നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 13-ാം ദിവസം. ഇന്നേ ദിവസം എല്ലാ ശുശ്രൂഷകരെയും ഓർത്ത് ദൈവസന്നിധിയിൽ മാറോസേ പിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ദൈവം കൽപ്പിച്ചത് എല്ലാം അതുപോലെ അനുസരിച്ചവനായിരുന്നു ദൈവപിതാവിൻ്റെ പകരക്കാരനായ വിശുദ്ധ യോസേപ്പ് പിതാവ്. താൻ എന്താണ് ചെയ്യുന്നത്, ആരെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന വ്യക്തമായ അവബോധത്തോടെ ശുശ്രൂഷ ചെയ്യാൻ എല്ലാ ശുശ്രൂഷകർക്കും കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 2:11 സങ്കീർത്തനം 100:2 എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ, സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ദൈവഭയം നഷ്ടപ്പെട്ടു പോയ എല്ലാ ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയും ശുശ്രൂഷ ജീവിതം ആരംഭിച്ചു. എന്നാൽ ശുശ്രൂഷ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, തിക്താനുഭവങ്ങൾ, നിലച്ചിരിക്കാത്ത തകർച്ചകൾ, ഇതുവഴി സന്തോഷവും തീഷ്ണതയും നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷകരെ ഓർക്കാം. പാപത്തിൽ വീണ് ശുശ്രൂഷാ ജീവിതത്തിൽ നിന്ന് തീർത്തും പിന്മാറിയവരെ ഓർത്ത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിവിധ ശുശ്രൂഷാ മേഖലയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, കുടുംബങ്ങളെയും, എല്ലാ മിഷണറിമാരെയും, എല്ലാ സുവിശേഷ ശുശ്രൂഷകരെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് വർദ്ധിത തീഷ്ണതയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ എല്ലാ ശുശ്രൂഷകർക്കും, പ്രത്യേകിച്ച് ആത്മായ ശുശ്രൂഷകർക്ക് ലഭിക്കാൻ വേണ്ടി യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് എല്ലാ ശുശ്രൂഷകരെയും നമുക്ക് ഓർക്കാം. ഒരുപാട് ശുശ്രൂഷകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ശുശ്രൂഷകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് ശുശ്രൂഷകർ ആത്മീയമായിട്ട് നമ്മെ സഹായിച്ചിട്ടുണ്ട്, നയിച്ചിട്ടുണ്ട്. അവരെല്ലാം ഓർക്കാം. അവരാരെങ്കിലും പാപത്തിൽ വീണുപോയെങ്കിൽ കർത്താവേ അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് മാറോസേ പിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉണ്ണിമിശിഹ പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ പാലകനെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ